താലി ഇറ്റേണൽ വെഡിങ് കളക്ഷൻസ് ബൈ ചുങ്കത് ജ്വല്ലറി. ഇതെല്ലാം എന്റെ കല്യാണത്തിന് വാങ്ങിയതാ. വാവ്, ഇതെവിടുന്നാ? MV ചാക്കോ ഗോൾഡൻ ഡയമണ്ട്സ് അങ്കമാലി. UDF സർക്കാർ തദ്ദേശ ഫണ്ട് 30% വെട്ടിക്കുറച്ചതിലും കാലടി ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെ ആരോഗ്യ ശുചീകരണ രംഗത്തെ നിസ്സംഗതയ്ക്കുമെതിരെ CPIM ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ധർണാ സമരം സംഘടിപ്പിച്ചു. പഞ്ചായത്ത് ഓഫീസിന് മുൻപിൽ നടന്ന പ്രതിഷേധം ജില്ലാ കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് KK ഷിബു ധർണ ഉദ്ഘാടനം ചെയ്തു. UDF സർക്കാർ തദ്ദേശ ഫണ്ട് 30% വെട്ടിക്കുറച്ചതിലും കാലടി ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവൃത്തികൾ കാര്യക്ഷമമായി നിർവഹിക്കാത്തതിലും പ്രതിഷേധിച്ച് CPIM ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസിന് മുൻപിൽ ധർണാ സമരം നടത്തി. വിവിധ പകർച്ചപ്പനികൾ പഞ്ചായത്തിൽ രൂക്ഷമായിട്ടും ഊർജിത പ്രതിരോധ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കാതെ ഭരണസമിതി നിസ്സംഗത പുലർത്തുകയാണെന്ന് ആരോപിച്ചായിരുന്നു സമരം. CPIM ജില്ലാ കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് KK ഷിബു ധർണ ഉദ്ഘാടനം ചെയ്തു. ഇന്ന് കേരളത്തിൽ അധികാരത്തിൽ വന്നിട്ടുള്ള കോൺഗ്രസിന്റെ ഗവൺമെന്റ് ഈ കഴിഞ്ഞ 60 ദിവസത്തിനുള്ളിൽ 2 മാസത്തിനുള്ളിൽ ഒട്ടേറെ തരത്തിലുള്ള ജനവിരുദ്ധമായ നയങ്ങൾ നടപ്പാക്കാൻ വേണ്ടി തീരുമാനിച്ച് അത് നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾക്ക് അനുവദിച്ചിട്ടുള്ള ഫണ്ട് വെട്ടിക്കുറയ്ക്കൽ എന്ന് പറയുന്നത്. കഴിഞ്ഞ 2025-26 നമുക്കെല്ലാം അറിവുള്ളതുപോലെ നമ്മുടെ സംസ്ഥാനത്ത് പഞ്ചായത്തുകൾക്ക് അല്ലെങ്കിൽ തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾക്ക് 10,500 കോടിയോളം രൂപയാണ് ഒരു വർഷക്കാലത്തേക്ക് മാറ്റിവെച്ചിരുന്നത്. ആ ഗ്രാമപഞ്ചായത്തുകൾക്കായി, കോർപ്പറേഷനുകൾക്കായി, മുനിസിപ്പാലിറ്റികൾക്കായി എല്ലാം തന്നെ ഈ തുക മാറ്റിവെച്ചിട്ടുണ്ട്. അങ്ങനെ മാറ്റിവെക്കപ്പെട്ട തുക ഇപ്പോ അധികാരത്തിൽ വന്നിട്ടുള്ള സതീശന്റെ ഗവൺമെന്റ് ആ തുക വെട്ടിക്കുറച്ച് ഏകദേശം 1,500 കോടിയോളം രൂപ തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾക്ക് കൊടുക്കേണ്ടെന്ന് തീരുമാനിച്ച് ആ തുക ആദ്യഘട്ടത്തിൽ വെട്ടിക്കുറച്ചു. ലോക്കൽ കമ്മിറ്റി അംഗം സിജോ ചൊവ്വരാൻ അധ്യക്ഷത വഹിച്ചു. ഇവിടെ ഈ സമരത്തെ ആധാരമായ ഏറ്റവും പ്രധാനമായ കാര്യം UDFന്റെ സംസ്ഥാന സർക്കാർ അധികാരമേറ്റതോടുകൂടി നേരത്തെ പറഞ്ഞ പോലെ വെളുക്കച്ചിരിക്കുന്ന ടോക്കി മുഖ്യമന്ത്രി എന്ന മാധ്യമങ്ങളും ജൻസി ആളുകളും പൊതുവെ പറഞ്ഞ അധികാരത്തിലേറിയ VD സതീശൻ എന്ന മുഖ്യമന്ത്രി സാമ്പത്തിക വകുപ്പ് കൂടെ ധനകാര്യ വകുപ്പ് കൂടെ കൈകാര്യം ചെയ്തുകൊണ്ട് അവതരിപ്പിച്ച ബഡ്ജറ്റിൽ വിസ്മയങ്ങൾ പൂഴ്ത്തിവെച്ചിട്ടുണ്ട് നിങ്ങളുടെ മുന്നിൽ എന്ന് പറഞ്ഞ ആദ്യമേ കാണിച്ച വിസ്മയം പഞ്ചായത്തുകൾക്ക് ലഭ്യമാക്കേണ്ട സംസ്ഥാന സർക്കാരിന്റെ വിഹിതത്തിൽ 3,000 കോടി രൂപ വെട്ടിക്കുറച്ചുകൊണ്ടാണ് ഒരു വിസ്മയം തുടങ്ങിയത്. ഈ 3,000 കോടി രൂപ സംസ്ഥാന സർക്കാർ വെട്ടിക്കുറച്ചു കഴിഞ്ഞപ്പോൾ ത്രിതല സംവിധാനത്തിലെ ഏറ്റവും താഴെത്തട്ടിലുള്ള പ്രാദേശിക സർക്കാർ, ഇപ്പോൾ നമ്മുടെ കാലടി ഗ്രാമപഞ്ചായത്ത് ഉൾപ്പെടെ ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകേണ്ട പ്രാദേശിക സർക്കാർ, മാലിന്യ നിർമ്മാർജ്ജനം ചെയ്യേണ്ട പ്രാദേശിക സർക്കാർ, ആരോഗ്യ സംവിധാനം കാര്യക്ഷമമാക്കേണ്ട പ്രാദേശിക സർക്കാർ നിലവിൽ ത്രിശങ്കു സ്വർഗത്തിലാണ്. പക്ഷേ ഈ വെന്റിലേറ്ററിൽ കിടക്കുന്ന രോഗിയുടെ അവസ്ഥയാണ് UDF ഭരിക്കുന്ന പഞ്ചായത്തുകൾ. സമരത്തിൽ CPIM കാലടി ലോക്കൽ സെക്രട്ടറി ബേബി കാക്കശ്ശേരി, അങ്കമാലി ഏരിയ കമ്മിറ്റി അംഗങ്ങളായ MT വർഗീസ്, PN അനിൽകുമാർ, PK കുഞ്ഞപ്പൻ എന്നിവർ സംസാരിച്ചു.